നാട്ടില് കോഴിക്കോട് സ്ത്രീകൾക്ക് വന്ന് മൂത്രപ്പുരയിൽ പോകാനുള്ള സൗകര്യം ഈ 50 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി. ഒരു വാർഡിലേക്ക് 1 ലക്ഷം രൂപ പോലും ഈ അഴുക്ക് മാലിന്യങ്ങൾ പോകുന്ന അഴുക്ക് ചാലുകൾ വൃത്തിയാക്കാൻ പോലും അവർക്ക് കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞാൽ ഈ പണമൊക്കെ ഇവിടെ പോയി. ഇപ്പൊ ഭരിക്കാൻ അറിയാത്ത, കമ്മീഷൻ വാങ്ങാൻ വേണ്ടി മാത്രം താല്പര്യം ഉന്നയിക്കുന്ന ഒരു സഹകരണ ഒരു മേഖലയാക്കി കോർപ്പറേഷൻ മാറ്റിയിരിക്കുക. ഇത്ര കാലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. CPM ജയിക്കുന്ന വാർഡുകളാണ്, മേയറുടെ വാർഡാണ്, ഡെപ്യൂട്ടി മേയർ വീടും മേയറെ വാർഡും. ഇവർക്കൊക്കെ എന്താ പണി? അല്ലെങ്കിൽ തേച്ച് കുപ്പായം ഇട്ടിട്ട് നേരെ കാറിൽ കയറി മുന്നോട്ട് പോലാണ് ഭരണം. ബേപ്പൂരിലെ സ്ഥിതി എന്താ? തീരദേശ മേഖലയിൽ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു സൗകര്യം അവരുടെ ആരോഗ്യ രംഗത്ത്, അവരുടെ തൊഴിൽ രംഗത്ത്, അവരുടെ വികസന രംഗത്ത് അവർക്ക് ഒരു വീട് നന്നാക്കാനുള്ള തുകയെങ്കിലും അവർക്ക് കൊടുക്കും. നമസ്കാരം. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് എന്നാരോപിക്കുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ 50 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത്. എന്നാൽ നാളിതുവരെ പേരിന് പോലുമുള്ള വികസനം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിന്റെ തുടർച്ചയായാണ് അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളും അതുപോലെ തന്നെ ചെറിയ മഴയത്ത് പോലും മാൻഹോൾ ഉൾപ്പെടെയുള്ളവ നിറഞ്ഞ കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങൾ പോലും വെള്ളത്തിലാകുന്നത് എന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. ഈ ഒരു സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM നിയാസ് നമ്മളോട് പ്രതികരിക്കുന്നു. കോർപ്പറേഷൻ അഴിമതിയുടെയും കോഴയുടെയും കമ്മീഷന്റെയും ഏറ്റവും വലിയ മൂർത്തിബദ്ഭാവമായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കോഴിക്കോട്ടെ കെട്ടിടങ്ങളെല്ലാം നമ്മൾക്കറിയാം, ഇന്ന് ഏറ്റവും വലിയ തീപിടുത്തത്തിന്റെ ഹബ്ബായി കോഴിക്കോട് കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. അതിന്റെ കാരണം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് ഇഷ്ടപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ജനജീവിതത്തെ, ജനങ്ങളെ തന്നെ തീ കൊളുത്തി കൊല്ലാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഒരു ഭാഗം. രണ്ടാമത്, വികസന രംഗത്ത് പൂർണ്ണമായി വട്ടപരാജയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ മഴ എന്ന് പറഞ്ഞാൽ വളരെ 2-3 ദിവസം ചെയ്ത മഴയാണ്. ആ മഴയത്തിൽ ഏതെങ്കിലും ഒരു റോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരുവ് വെള്ളത്തിലാക്കാതെ നിന്നുകൊണ്ട് പോകും. 50 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലമെങ്കിലും, മാവൂർ റോഡോ സ്റ്റേഡിയമോ അല്ലെങ്കിൽ പാളയമോ ഏതെങ്കിലും 1-2 സ്ഥലമെങ്കിലും ഇവിടെ വെള്ളം നിൽക്കില്ല എന്ന് പറയാവുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം എന്താ? അവർക്ക് ഇതിനൊന്നും നേരമില്ല. ഇവിടുത്തെ മാലിന്യ സംസ്കരണമാണെങ്കിൽ വെള്ളത്തിലായതോടുകൂടി മലിനജലം പൂർണ്ണമായും തെരുവുകൾ മുഴുവനും വന്നുകൊണ്ടിരിക്കുക. ഒറ്റ ഓട പോലും വൃത്തിയാക്കി അവിടെ ഓടകളെല്ലാം വെള്ളം പോകുന്ന അവസ്ഥ. ഇവിടുത്തെ വെള്ളം മുഴുവനും അറബിക്കടലിൽ എത്തണം, മഴവെള്ളം. പക്ഷെ ആ വെള്ളം പോലും എത്താൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായും ഇവർ പരാജയമായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ലൈഫ് പദ്ധതി അത് പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ്. പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പ് കോർപ്പറേഷനാണ്. അത് നിങ്ങൾക്കറിയാം, എത്ര മാസമായി അവർ ഉള്ളവർക്ക് പോലും അവർ പല കാര്യങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിലും വലിയ രീതിയിൽ നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ന് പറയാം. നമുക്ക് ആണുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അത് ഒരു സാംസ്കാരികമായി നമ്മൾ ഏറ്റവും നല്ല പദവി ലഭിച്ചിരിക്കുന്ന ഒരു നാട്ടില് കോഴിക്കോട് സ്ത്രീകൾക്ക് വന്ന് മൂത്രപ്പുരയിൽ പോകാനുള്ള സൗകര്യം ഈ 50 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. സംസ്കാര രംഗത്ത് നമ്മുടെ സംസ്കാരികം നിലനിർത്തണമെങ്കിൽ ഇവിടെ ശുചിത്വവും നമ്മുടെ മാനറിസവും ഒക്കെ മാറണ്ടേ? അങ്ങനെ വന്നാൽ ഒരു മൂത്രപ്പുരയെങ്കിലും സാർവത്രികമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കോർപ്പറേഷൻ കോഴിക്കോട് 35 കൊല്ലം 40 കൊല്ലത്തിലേറെയായുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ കഴിയാത്ത കോർപ്പറേഷൻ. അപ്പൊ എന്തെങ്കിലും ഒരു നേട്ടം കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ജനങ്ങളെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ ഇവിടെ റവന്യൂ പിരിവ് പാവപ്പെട്ടവരോട് മത്സരിച്ച് വാങ്ങുകയും വൻകിടക്കാരോട് കോടിക്കണക്കിന് രൂപ വാങ്ങാനുള്ള റവന്യൂ പിരിവ് അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയോ പിരിച്ചെടുക്കാൻ കഴിയുകയോ ചെയ്യാത്ത അവസ്ഥയാണ്. മാത്രവുമല്ല, കേരളത്തിൽ നിങ്ങൾക്കറിയാം 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 1198 നമ്മുടെ സ്ഥാനം. 2 പിറകിലുള്ളൂ. അപ്പൊ നമ്മൾ എത്രമാത്രം പിറകിലാണ് എന്ന് ഞങ്ങളെ കണക്കല്ല തോന്നുന്നു. ഇത് കേരളത്തിലെ സർക്കാരിന് പുറത്തിറക്കിയിരിക്കുന്ന കണക്കാണ്. ഇത് ഇവർക്ക് ഭരിക്കാൻ അവകാശമുണ്ടോ എന്നതാണ്. ഇതിനെതിരായുള്ള കോഴിക്കോട് ജനതയുടെ അഭിവാഞ്ച, അതാണ് ഞങ്ങൾ പ്രതിഷേധത്തിലൂടെ 31-ന് കോഴിക്കോട് കോർപ്പറേഷൻ പൂർണ്ണമായും ഉപരോധിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പം കോഴിക്കോട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. അപ്പൊ ഈ നഗരത്തിൽ അടിക്കടി ഉണ്ടാവുന്ന തീപിടുത്തങ്ങൾ, അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ മാവൂർ റോഡ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശുചിമുറി മാലിന്യം അടക്കം റോഡിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
എന്നിട്ടും എന്തുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇതിനൊന്നും ഒരു നടപടി എടുക്കാൻ ഇത്ര ജനങ്ങൾ ഇത്രയധികം വീർപ്പ് മുട്ടിയിട്ട് എന്തുകൊണ്ടാണ് നടപടി എടുക്കാൻ വേണ്ടി തയ്യാറാവാത്തതെന്നാണ് കരുതുന്നത്? നമുക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്രയേറെ ധനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കോർപ്പറേഷൻ ആയിട്ട് ഒരു വാർഡിലേക്ക് 1,00,000 രൂപ പോലും ഈ അഴുക്ക് മാലിന്യങ്ങൾ പോകുന്ന അഴുക്ക് ചാലുകൾ വൃത്തിയാക്കാൻ പോലും അവർക്ക് കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞാൽ ഈ പണമൊക്കെ ഇവിടെ പോയി? 3.5 കോടി രൂപ സോണ്ട കമ്പനിക്ക് കൊടുത്ത കമ്പനിയും ഇല്ല, പണിയും ഇല്ല. തിരിച്ചു പിടിക്കാൻ നടപടി എടുക്കണ്ടേ? നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ നിങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ നേരെ മുമ്പിലുള്ള എസ്കലേറ്റർ എത്ര കോടിയാ? എത്ര കാലമായി ഇവിടെ പൂട്ടിക്കിടക്കുന്നത്? വ്യാപാര സ്ഥാപനങ്ങൾ ഇതെല്ലാം തോന്നിയ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഇതിനെതിരായാണ് ഞങ്ങൾ 31-ന് കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിരോധിക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് നമ്മുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ വർഷങ്ങളായിട്ട് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തുടർച്ചയായിട്ടുള്ള ഇവരുടെ ഒരു ഭരണം കോഴിക്കോട് കോർപ്പറേഷന്റെ വികസനത്തിന് വിലങ്ങുതടിയായെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും വികസന രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സർക്കാർ തരുന്നത് നാമമാത്രമായ തുക ചെലവഴിച്ചതിന്റെ റേറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത്. 1200 1198 എന്ന് പറഞ്ഞാൽ നിഷേധിക്കട്ടെ അവര്, ഞങ്ങൾ ഇത്ര ചെലവഴിച്ചു. എന്താ ചെലവഴിക്കാൻ വേണ്ടി? കേരളത്തിൽ ഇതേപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ ഇവരെക്കാട് മുന്നിലെത്തിയല്ലോ. ഇതിനെക്കാളും ഇവർ CPM തന്നെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കില്ല. തൃശ്ശൂർ അത് മുന്നിലെത്തിയല്ലോ. എറണാകുളം കൊച്ചി കോർപ്പറേഷൻ മുന്നിലെത്തിയല്ലോ. കൊല്ലം കോർപ്പറേഷൻ CPM നേതൃത്വത്തിലല്ലോ. ഇപ്പൊ CPI ആണ് മേയർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPI അവർ മുന്നിലെത്തിയല്ലോ. തിരുവനന്തപുരം മുന്നിലെത്തിയല്ലോ. മുനിസിപ്പാലിറ്റികൾ എടുത്തു നോക്ക്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ആണ്, അവർ മുന്നിലാണല്ലോ. എന്താ ഇവിടെ മാത്രം? ഇപ്പൊ ഭരിക്കാൻ അറിയാത്ത, കമ്മീഷൻ വാങ്ങാൻ വേണ്ടി മാത്രം താല്പര്യം ഉന്നയിക്കുന്ന ഒരു മേഖലയാക്കി കോർപ്പറേഷനെ മാറ്റിയിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയും. ഞങ്ങളൊരു കാര്യം പറയട്ടെ, എന്താ കോഴിക്കോട് കോർപ്പറേഷൻ ഉത്തരവാദിത്വം? ജനങ്ങൾക്ക് ക്ഷേമമല്ലേ, ജനങ്ങൾക്ക് സൗകര്യമല്ലേ, ജനങ്ങളുടെ ഏറ്റവും വലിയ ഞാൻ കോഴിക്കോട് ടാഗോർ ഹാൾ എത്ര കാലമായി പൂട്ടിക്കിടക്കുന്നു? കോഴിക്കോട് ടൗൺ ഹാൾ എത്ര മാസം പൂട്ടിക്കിടന്നു? തുറന്നിട്ട് എന്താ സ്ഥിതി? ചോർച്ചയല്ലേ? ഞങ്ങളാണോ ചോർച്ച ഉണ്ടാക്കിയത്? നിങ്ങൾ പറയും 35 ലക്ഷം രൂപ കോഴിക്കോട് ടൗൺ ഹാളിൽ ചെലവഴിച്ചു. ഇവിടെ എന്ത് മാറ്റം ഉണ്ടായത്? കോഴിക്കോട് ടാഗോർ ഹാൾ പൂട്ടിക്കിടക്കുകയാണ്. തുറന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? വല്ല മാറ്റമുണ്ടോ? കോഴിക്കോട് ഒന്നും വേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മാനാഞ്ചിറ അല്ലേ? മാനാഞ്ചിറയിൽ ഒരു കോർപ്പറേഷന്റെ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നന്നാക്കി പുതിയ എടുക്കണം. എത്ര വർഷമായി പൊളിച്ചെടുത്തു? അവിടെ ഒരു ഇഷ്ടിക പോലും വെച്ചോ? പാർക്കിംഗ് പ്ലാസ എത്ര വർഷമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാർക്കിംഗ് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രശ്നമല്ലേ? ഇപ്പൊ നിങ്ങൾ വന്ന വാഹനം പോലും കോഴിക്കോട് നഗരത്തിൽ എവിടെയും വെക്കാൻ പറ്റുമോ? കോഴിക്കോട് പാർക്കിംഗ് പ്ലാസയുടെ സ്ഥിതി എന്താ? റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ എത്ര കൊല്ലമായി, പതിറ്റാണ്ടുകളായി ആരംഭിച്ചിട്ട് തുടങ്ങിയോ? മുതലക്കുളം പാർക്കിംഗ് പ്ലാസ ഉണ്ടാക്കുന്നു പറഞ്ഞു. എന്താക്കി ഇതുവരെ? ആരാധന ഉത്തരവാദികൾ? കേരളം അവർ ഭരിക്കുന്നു, കോർപ്പറേഷൻ അവർ ഭരിക്കുന്നു. അപ്പൊ അങ്ങനെ അവര് ഭരിക്കുന്ന സ്ഥലത്ത് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ സ്ഥിതി എന്താണ്? ഞാൻ ഇന്നലെ കോഴിക്കോട് നഗരത്തിലെ ജാതിയുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ റോഡുകളിലൂടെ പോയപ്പോൾ വലിയ അവസ്ഥയാണ്. കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുടെ വാർഡ്, അത് പയ്യാനക്കൽ മേഖലയിൽ, ആ പയ്യാനക്കൽ മേഖലയിലെ റോഡുകളുടെയൊക്കെ സ്ഥിതി എന്താ? ആ റോഡ് 2 കാറുകൾ ഒന്നിച്ചു പോകാൻ ആ റോഡിന് പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന റോഡാണ്. അവിടെ ഒരു വികസനം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം. അവിടെ വെള്ളക്കെട്ടാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെ തൊട്ട് നമ്മൾ മാവൂർ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചേവായൂർ എത്തുന്നതിന് മുമ്പിലൊക്കെ വെള്ളക്കെട്ടാണ് വീടുകളിൽ. ഇത്ര കാലമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. CPM ജയിക്കുന്ന വാർഡുകളാണ്, മേയറുടെ വാർഡാണ്, ഡെപ്യൂട്ടി മേയർ വീടും മേയറെ വാർഡും. ഇവർക്കൊക്കെ എന്താ പണി? അലക്കി തേച്ച് കുപ്പായം ഇട്ടിട്ട് നേരെ കാറിൽ കയറി മുന്നോട്ട് പോകാനാണ് ഭരണം. അപ്പൊ CPMന് അവർക്ക് അഴിമതി നടത്തുവാൻ, സ്വജനപക്ഷപാതം നടത്തി അവിടെ ആളുകളെ ശമ്പളം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായി മാറി. ഇത് മാറണം. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എലത്തൂർ പോയി. എലത്തൂർ പഞ്ചായത്തായപ്പോൾ കിട്ടിയ വികസനം പോലും 15 കൊല്ലമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. ബേപ്പൂരിൽ ഞാൻ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് പാർലമെന്റ് അസംബ്ലിയിൽ. ബേപ്പൂരിലെ സ്ഥിതി എന്താ? തീരദേശ മേഖലയിൽ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു സൗകര്യം, അവിടെ ആരോഗ്യ രംഗത്ത്, അവിടെ തൊഴിൽ രംഗത്ത്, അവരുടെ വികസന രംഗത്ത് അവർക്ക് ഒരു വീട് നന്നാക്കാനുള്ള തുകയെങ്കിലും അവർക്ക് കൊടുക്കണം. ക്ഷേമ പെൻഷനായി സർക്കാർ നൽകുന്ന തുകയല്ലേ? എന്താ അവർ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ഏത് മേഖല നമ്മൾ ഡിബേറ്റ് ചെയ്യും. നിങ്ങൾ ചോദിച്ചു ഏത് മേഖലയിൽ അത് നന്നാക്കി? അവരൊരു ഡിബേറ്റിന് തയ്യാറാവട്ടെ. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കോർപ്പറേഷന്റെ ഭരണാധികാരി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ പിൻവാതിൽ ഭരണം നടത്തുന്നവർ
അവരുടെ സ്വത്ത് വിവരം വെളിവാക്കണം. 10 കൊല്ലത്തെ സ്വത്ത് വേണം. 10 കൊല്ലം മുമ്പ് പവർ മാൾട്ട് കഴിക്കുന്നതിന് മുമ്പ്, പവർ മാൾട്ട് കഴിച്ച ശേഷം പണ്ടൊരു പരിചയമുണ്ടായി. അതുപോലെ 10 വർഷം മുമ്പ് അവരുടെ സ്വത്ത്, ഇപ്പോഴത്തെ അവരുടെ സ്വത്ത്.